താൻ മുഖ്യമന്ത്രിയായാൽ എന്തെല്ലാം നടപ്പിലാക്കും എന്നൊരു ലിസ്റ്റുമായിട്ടാണ് ഇപ്രാവശ്യം സന്തോഷ് പണ്ഡിറ്റ് വന്നിട്ടുള്ളത്. 33 സ്വപ്ന പദ്ധതികളുമായിട്ടാണ് അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത്. നമുക്കതിൻ്റെ ഓരോന്നും നോക്കാം. ചിലതൊക്കെ നമുക്ക് നമ്മളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ചിലത് നമുക്ക് സാധ്യമാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും ചിലത് നമുക്ക് അംഗീകരിക്കാനും കഴിയാത്തതാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഒട്ടുമിക്ക കുടുംബിനികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മദ്യനിരോധനം. പക്ഷേ മദ്യം കഴിക്കുന്നവർക്ക് ഇതൊരു വലിയ തിരിച്ചടിയായിരിക്കും. പിന്നെ അടുത്തതായിട്ട് ശമ്പളം 1.5 ലക്ഷത്തിൽ തന്നെ നിജപ്പെടുത്തുമെന്നുള്ളത് ചിലപ്പോൾ അതൊരു പ്രശ്നത്തിനൊക്കെ വഴി തെളിയിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് അത് വളരെ നല്ലൊരു കാര്യം. പക്ഷേ അതിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ, ബീഫ്, നോൺ വെജ് ഐറ്റംസൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് ഓക്കെ. അത് കൊടുക്കാതിരിക്കുന്നത് കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് നിരോധിക്കാം. പക്ഷേ അതിൻ്റെ ചിലവും കാര്യങ്ങളും കുടുംബത്തിൽ നിന്ന് കൊടുക്കണമെന്ന് പറയുന്നത് ഒരു ന്യായമായൊരു കാര്യമായി തോന്നുന്നില്ല. കാരണം ആ വ്യക്തി ഒരു കുറ്റവാളി ആയിരിക്കാം, പക്ഷേ എന്ന് വിചാരിച്ച് അവരുടെ വീട്ടുകാർ ശിക്ഷ അനുഭവിക്കേണ്ടതില്ലല്ലോ. കാരണം അവരുടെ ചിലവുകൾ വീട്ടുകാർ കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് നൽകുന്ന ശിക്ഷയുടെ ഒരു ഭാഗം ഇവർക്കും കിട്ടുന്നത് പോലെ ആയി മാറും. അടുത്തത് NOC പോലുള്ള പരിപാടികളൊക്കെ അവസാനിപ്പിക്കും. അത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സംഭവം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു സൗകര്യമായി മാറുമ്പോൾ, പക്ഷേ എന്തിനും ഒരു നിയമം മുന്നിൽ നിൽക്കുന്നത് അതിന് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഒരു ലൈസൻസ്, അതുപോലെ അത് കൊണ്ട് നടക്കുന്ന കാര്യത്തിലായാലും അവിടെ കളങ്കത എല്ലാം മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ NOC പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. അതൊക്കെ എടുത്ത് കളയാന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബിസിനസ് രംഗത്തേക്ക് ഒരുപാട് ആൾക്കാർ അടിച്ച് കയർത്ത് വരിക എന്ന് പറയുന്നത് അത് നല്ല ലാഭം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി ചിലപ്പോൾ നഷ്ടങ്ങളായിരിക്കും സംഭവിക്കാൻ സാധ്യത. വിദേശത്ത് പോയിട്ട് ബിസിനസ് ചെയ്യാമെന്നുള്ളത് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം. കാരണം അവിടെ പണത്തിൻ്റെ മൂല്യത്തിൻ്റെ പ്രത്യേകതയാണ് അത്. അടുത്തത് ഇനി നമുക്ക് മലപ്പുറം രണ്ടായിട്ട് വിഭജിക്കുക എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു കലാപമൊക്കെ ഉണ്ടാവാനുള്ളൊരു ചാൻസാണ് കൂടുതലായിട്ടും കാണുക. കാരണം അത് ആളുകളുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ്, കലാപങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത. അടുത്ത പോയിന്റ് വളരെയധികം നല്ലൊരു കാര്യമാണ്. അതെന്തായാലും തെരുവുനായ ശല്യം ശാശ്വതമായിട്ട് ഇല്ലായ്മയാക്കുന്നത് വളരെ നല്ലൊരു അഭിപ്രായമാണ്. പക്ഷെ അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പൂർണ്ണമായും ഫലവത്തായിട്ടില്ല എന്ന് പറയാനേ നമുക്ക് പറ്റുള്ളൂ. ഈ 7ാമത്തെ പോയിന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഭിക്ഷാടനത്തിൻ്റെ മറവിൽ പലരും പല അതിക്രമങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നന്മമരം കളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു നല്ലൊരു കാര്യമാണ് ഈ 7ാമത്തെ പോയിന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ചാരിറ്റി സഹായം എന്നൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം കൂടിയാണ്. അതുപോലെ നന്മമരം കളിക്കാത്തവരായിട്ട് കുറേ പേരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാക്ക് അവരെ വേദനിപ്പിച്ചേക്കാം. അപ്പോൾ സോറി. അടുത്ത 2 പോയിന്റുകളൊക്കെ ഇതൊരു സ്വപ്ന പദ്ധതികളാവുക കാരണം തന്നെ നമുക്കിത് ആ ഒരു രീതിയിലൂടെ എടുക്കാം. കാരണം നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യം, പ്രാവർത്തികമാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷേ എന്നിരുന്നാലും ആ 9ാമത്തെ പോയിൻ്റാണ്. വിമാനം, കപ്പൽ, ട്രെയിന് നമുക്ക് സന്തോഷം നൽകുന്നുണ്ടെങ്കിലും അതിലുപരി വേറൊരു പ്രത്യേകതയുണ്ട്. ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ? ടൂറിസം മേഖല അത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കണം കേട്ടോ. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് കേരളത്തിന് നല്ലൊരു കൈത്താങ്ങാണ് ശരിക്കും ടൂറിസം. അപ്പോൾ അതിനോട് നമുക്ക് യോജിക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് നമ്മൾ ബഹുമാനിക്കാം. അടുത്തത് ഞാൻ അദ്ദേഹത്തിനോട് സലാം പറയാൻ വേണ്ടി വിചാരിക്കുന്ന ഒരു പോയിൻ്റാണ്. അദ്ദേഹത്തിന് നമുക്ക് വളരെയധികം പ്രചോദനം നൽകാം. ഇത് അദ്ദേഹം മാത്രമല്ല, ഇനിയുള്ള കാലഘട്ടത്തിലും ഈ ഒരു രീതിയിലാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഒഴിവായി പോകും. ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ളൊരു കാര്യമാണ് കഞ്ചാവ് മാഫിയ, MDM. ആ സംഭവം നിർത്തലാക്കുക എന്ന് പറയുന്നത്, ആ സംഭവം പാടെ തുടച്ച് നിൽക്കുക എന്ന് പറയുന്നത് അതിന് എല്ലാവരും ഒരുപോലെ അനുകൂലിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പന്ത്രണ്ടാമത്തെ പോയിൻ്റൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയ ഒരു വഴിയാണത്. അതൊരു നല്ലൊരു പോയിൻ്റായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താം.
അടുത്ത കാര്യം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾക്ക് അവധി നൽകുന്ന കാര്യം. കാരണം നമ്മൾ അവധി നൽകാതെ തന്നെ സ്കൂളുകൾ അടച്ചിടേണ്ടതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും അതുപോലെ കുട്ടികൾക്ക് ക്ലാസ് ടൈം കുറയുന്നൊരു സിറ്റുവേഷൻ വരുന്ന കാരണം നമുക്ക് മെയ് 2 ക്ലാസ് തുടങ്ങുന്നതിനോട് നമുക്ക് അനുയോജിക്കാം. പിന്നെ ബാക്കിയുള്ള പോയിൻറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ബൈ. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ.